ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി കൊഴുവ മുളകിട്ടതാണ് കേട്ടോ. കൊഴുവ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലപ്പുറം പൊന്നാനിക്കാർ പറയുക ചൂട, മെത്തള് എന്നൊക്കെയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ എന്താ പറയുക? നിങ്ങളത് കമൻ്റായിട്ട് തന്നെ അറിയിക്കണേ. വളരെ രുചികരമായ ഒരു ചൂടമീൻ കറിയാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അടുപ്പിലേക്ക് നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 10 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി അല്ലിയും ഒരു കഷ്ണം ഇഞ്ചിയും നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 സെക്കൻഡ് നേരം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി നമുക്കിതിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 2-3 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാൽ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും. എല്ലാം തന്നെ നല്ല കുക്കായി കഴിഞ്ഞു. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ ഒരു മീഡിയം ചൂട് നമുക്ക് മതി. നന്നായിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പെരുംജീരകവും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി, നല്ല എരിവുള്ള മുളകാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മാത്രം മതി. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണവും നന്നായിട്ട് മാറി വരണം. അതുവരെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് തവി വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഈ മൺചട്ടിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് നടുകീറിയത് ചേർത്ത് കൊടുക്കാം. വെള്ളമില്ലാതെ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, വെള്ളം തെറിച്ചതാണ് കേട്ടോ നിങ്ങളീ കണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്തൊന്ന് വാട്ടിയെടുക്കാം. പച്ചമുളക് ഒന്ന് വാടി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത നമ്മുടെ തക്കാളി കൂട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് പുളിയുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് പുളിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി പുളി പിഴിഞ്ഞത് കൂടി നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് 1 ടീസ്പൂൺ നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിത് തിളക്കാനായിട്ട് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്ന് നോക്കാം. തിള വരുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ച് വെക്കാം. മൂടി തുറന്നപ്പോൾ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം.
കറി നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ ഈ മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കിലോ മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഞാനിവിടെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ മീൻ കറി റെഡിയായിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ വേവുന്ന മീനായതിനാൽ നമ്മുടെ ഈ കറി പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒന്നുകൂടെ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുകയാണ്, ഒന്ന് വറ്റി വരാൻ വേണ്ടി. ഇതാ നമ്മുടെ ഈ കറി ഇവിടെ വറ്റി വന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മീതേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വളരെ രുചികരമായ ഒരു മീൻ കറിയാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാനിവിടെ ചോറെല്ലാം വിളമ്പിക്കഴിഞ്ഞു. അതിൻ്റെ മീതേക്ക് നമ്മുടെ ഈ ചൂട മീൻ കറിയും ചൂട വറുത്തതും നല്ല മോര് കറിയും കുറച്ച് സാമ്പാറും ഇട്ടിട്ട് ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കേ, ബൈ ബൈ.